മിശിഹായിലേറെ സ്നേഹം നിറഞ്ഞവരെ, ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 57 മുതൽ 66 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. സ്നാപക യോഹന്നാൻ്റെ ജനനമാണ് ഇന്നത്തെ വചനഭാഗം. ഇവിടെ 1-2 വചനഭാഗങ്ങൾ മാത്രം നമ്മൾ ചിന്തിക്കുന്നു. അവളൊരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു. കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു. എലിസബത്തിൻ്റെ ജീവിതത്തിലെ വലിയ വേദനയായിരുന്നു ഒരു കുഞ്ഞില്ല എന്നുള്ള വേദന. എന്നാൽ ആ വേദന ദൈവം എടുത്തു മാറ്റി എന്നറിഞ്ഞപ്പോൾ അവളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും അയൽക്കാരും ഒക്കെ സന്തോഷിച്ചു. ഈ വചനം വളരെ വലിയ ഒരു അർത്ഥം നൽകുന്നതാണ്. മറ്റൊരാളുടെ സന്തോഷത്തിൽ പങ്കുചേരുക എന്ന് പറയുന്നത് ഒരു വലിയ ഹൃദയത്തിൻ്റെ ഉടമകൾക്ക് മാത്രം സാധിക്കുന്ന ഒന്നാണ്. മറ്റൊരാളുടെ വിജയത്തിലും മറ്റൊരാളുടെ സന്തോഷത്തിലും ആത്മാർത്ഥമായി പങ്കുചേരാൻ സാധിക്കണമെങ്കിൽ ഒരു വിശാലമായ ഹൃദയമുണ്ടാകണം. പലപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രകൃതിയുണ്ട്. മറ്റൊരാളുടെ വിജയത്തേക്കാൾ ഉപരി പരാജയത്തിൽ ഹൃദയത്തിൽ ഒരു ചെറിയ സന്തോഷം വിടരുന്ന ഒത്തിരി മനസ്സുകളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമേ അവരെ കാണുമ്പോൾ ആശ്വസിപ്പിക്കുകയും വലിയ വിഷമത്തിൽ പങ്കുചേരുകയും ഒക്കെ ചെയ്യുന്നവർ, ഏതെങ്കിലുമൊക്കെ തരത്തിൽ അവർ വേദന അനുഭവിക്കുന്ന കാണുമ്പോൾ ഉള്ളുകൊണ്ട് സന്തോഷിക്കുന്ന വ്യക്തികൾ. ഇത്തരത്തിലുള്ള വ്യക്തികൾ ഒരിക്കലും സംതൃപ്തരാവുകയില്ല. അവരെപ്പോഴും അസ്വസ്ഥരാണ്. അവരുടെ അസ്വസ്ഥത നീങ്ങിപ്പോവുകയില്ല. കാരണം എന്താ? മറ്റൊരാൾ വിജയിച്ചും വളർന്നു നിൽക്കുന്നത് കാണുമ്പോൾ എങ്ങനെയാണ് സന്തോഷിക്കാൻ സാധിക്കുക? ഈ പ്രശ്നം അവരുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാവുകയും ചെയ്യും. മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം 12-ാമത്തെ തിരുവചനം: ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. ഈ വചനത്തെ നമുക്ക് കുറെ കൂടി ഒന്ന് ഭാവാത്മകമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കാം. ഈ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ്? മനസ്സുള്ളവന് ദൈവം വീണ്ടും നൽകും. മനസ്സുള്ളവനാണ് ദൈവം നൽകാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇല്ലാത്തവനിൽ നിന്നുള്ളത് കൂടി എടുക്കുമെന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് സാമ്പത്തികമായിട്ട് ഇല്ലാത്തവനെ വീണ്ടും ദൈവം ദരിദ്രനാക്കും എന്നുള്ള ചിന്തയാണ്. എന്നാൽ അങ്ങനെയല്ല. നമ്മൾ ഇങ്ങനെയൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഹൃദയത്തിൻ്റെ വലിയ നിറവ്, വലിയ ഒരു വിശാലമായ ഒരു സ്നേഹം ഉള്ള ഹൃദയം, ആ ഹൃദയത്തിലേക്ക് ദൈവം വീണ്ടും വീണ്ടും അനുഗ്രഹം കൊടുക്കും. ഈ കുശുമ്പും കുന്നായ്മയും ഈ ഒരു ആരുടെയെങ്കിലുമൊക്കെ വളർച്ചയിൽ വലിയ വിഷമം അനുഭവിക്കുന്നവരും ഒരിക്കലും സംതൃപ്തരാവുകയില്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ വാതായനങ്ങളെ കുറെ കൂടി വിശാലമാക്കാം. നല്ല ഒരു ഹൃദയത്തിന് ഉടമകളാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.